ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള പാമ്പ് കടിയേറ്റ് ഓരോരുത്തർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മരണ റിപ്പോർട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ കാരണം ചൂട് കൂടിയതോടെ പാമ്പുകൾ വെളിയിലിറങ്ങി സഞ്ചരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൽ ഉള്ള പാമ്പുകളെക്കുറിച്ചും അവയുടെ കടിയേറ്റാൽ എന്തൊക്കെ ചെയ്യണം, ഓരോ പാമ്പുകളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യമായി നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന 4 വിഷപ്പാമ്പുകളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ആദ്യം മൂർഖൻ. ഈ പാമ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് 4 പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ പാമ്പ്. ഇതിൻ്റെ വിഷം ന്യൂറോടോക്സിക് ആണ്, അതായത് ബ്രെയിനിനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഈ പാമ്പുകളെ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ഇതിൻ്റെ ശരീരം സ്ലിം ആയിരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. പാമ്പുകളുടെ കളർ വന്നിട്ട് ബ്രൗൺ, ബ്ലാക്ക്, യെല്ലോ കളറിൽ കാണപ്പെടുന്നു. ഇത് മെയിനായിട്ട് കാണപ്പെടുന്ന പാടങ്ങൾ, വീടിന് സമീപം, പിന്നെ ഫോറസ്റ്റ് ഏരിയകളിൽ, പിന്നെ എലികളുള്ള സ്ഥലങ്ങളിലും മെയിനായിട്ട് ഈ പാമ്പുകൾ കാണപ്പെടുന്നു. ഇവ മുട്ടയിട്ട് ഫീമെയിൽ സ്നേക്ക് എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ 4 ഡേഞ്ചറസ് പാമ്പുകളിൽ ഒന്നായിട്ടുള്ള അണലിയാണ്. ഇവയെ തിരിച്ചറിയാൻ ഇവയുടെ ബോഡി പാറ്റേൺ വലിയ റൗണ്ട് ചെയിൻ പോലെയുള്ള ഡിസൈനായിരിക്കും. തല ട്രയാങ്കിൾ ഷേപ്പായിരിക്കും. ഐസ് പൂച്ചകളുടെ കണ്ണുകൾ പോലെ ആയിരിക്കും. ഇവയുടെ വിഷം ടോക്സിക് വെനമാണ്. ഇത് ബ്ലഡിനെ എഫക്റ്റ് ചെയ്യുന്നു. ബ്ലഡ് കട്ട പിടിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഈ പാമ്പുകളുടെ ബിഹേവിയർ ഇത് യൂഷ്വലി സൈലൻ്റ് ആയിരിക്കും. ഇതിനെ ഡിസ്റ്റർബ് ചെയ്താൽ സഡൻ അറ്റാക്ക് ചെയ്യും. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ അടുക്കുമ്പോഴാണ് മെയിനായിട്ട് അണലി കടിക്കുക. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ശംഖുവരയൻ. ഇത് വളരെ ഹൈലി വെനമസ് ആയിട്ടുള്ളൊരു പാമ്പാണ്. ഇത് കൂടുതൽ രാത്രിയിലാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഇതിൻ്റെ കളർ വന്നിട്ട് ബ്ലാക്കിൽ വൈറ്റ് വരകളാണ്. ചെറിയ തലയായിരിക്കും. ഇതിൻ്റെ വിഷം ന്യൂറോടോക്സിക് വെനമാണ്. ഇത് ബ്രെയിനിനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ ബൈറ്റ് വന്നിട്ട് പെയിൻ ഇല്ലാതെ സംഭവിക്കാം. അതായത് വിക്ടിംസ് പോലും അറിയത്തില്ല ഇവർ കടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇവരുടെ ബിഹേവിയർ, ഇവർ പകൽ സമയങ്ങളിൽ ഒളിച്ചിരിക്കുന്നു, രാത്രിയാണ് ഹണ്ടിങ് ചെയ്യാൻ ഇറങ്ങുന്നത്. ഇവരുടെ ബൈറ്റ് സിംറ്റംസ് ആദ്യം പെയിൻ കുറവ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ബ്രീത്തിങ് പ്രോബ്ലംസ് വരും, പാരലൈസിസ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രാത്രി പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് യൂസ് ചെയ്യുക, ഫുട്വെയർ ഉപയോഗിക്കുക, ഫ്ലോറിൽ ഉറങ്ങുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ 4-മതായി കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമേറിയ പാമ്പെന്നറിയപ്പെടുന്ന കിങ് കോബ്രാസിനെ കുറിച്ചിട്ടാണ്. ഇവയുടെ ലെങ്ത്ത് 18 ഫീറ്റ് വരെ ഇവർ വളരും. ഇവർ ഫോറസ്റ്റ് ഏരിയയിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഇവയെ തിരിച്ചറിയാൻ വളരെ ലോങ് ആയിരിക്കും, പവർഫുൾ ബോഡി ആയിരിക്കും. ഇവയുടെ കളറ് ഗ്രീൻ, ബ്രൗൺ, ബ്ലാക്ക് കളറിൽ കാണപ്പെടും. ബോഡി ഉയർത്തി സ്റ്റാൻഡിങ് പോസിൽ നിൽക്കും. ഇവയുടെ വിഷം ന്യൂറോടോക്സിക് വെനമാണ്. ഇത് മെയിനായിട്ട് ബ്രെയിനിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. വെനം ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഇവയുടെ ഒറ്റ ബൈറ്റ് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവിടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഫീച്ചർ, ഇവ ജീവിക്കുന്നത് മറ്റു പാമ്പുകളെ കഴിച്ചിട്ടാണ്. അതായത് ചേര, പിന്നെ ശംഖുവരയൻ, വേണമെങ്കിൽ മൂർഖൻ പാമ്പിനെ കഴിച്ചു വരെ ഇവർ ജീവിക്കും. ഇവയെക്കുറിച്ച് യുണീക്കായിട്ട് പറയാനാണെങ്കിൽ ഫീമെയിൽ കിങ് കോബ്രാസ് കൂട് കെട്ടി അവയിൽ മുട്ടയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സ്നേക്ക് വേൾഡിൽ തന്നെ റെയർ ആയിട്ടുള്ള ബിഹേവിയറാണ് ഇവരുടേത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാമ്പുകൾ വെയിറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം തന്നെ പാമ്പ് കടിച്ച ആളെ നമ്മൾ സമാധാനിപ്പിക്കുക, അവരെ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കാതിരിക്കുക. രണ്ടാമത്, കടിയേറ്റ ഭാഗം അനക്കാതെ വയ്ക്കുക. ശരീരത്തിൽ മുറുകിയ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് അപ്പോഴും തന്നെ ഊരി മാറ്റുക. കടിയേറ്റ ആളെ നമ്മൾ കൂടുതൽ ആശ്വസിപ്പിക്കുക. ഇത് വിഷം കൂടുതൽ ശരീരത്തിൽ വ്യാപിക്കാതിരിക്കും. മെയിനായിട്ടുള്ള കാര്യം, പാമ്പുകടി ഏറ്റ ആളെ എത്രയും പെട്ടെന്ന് ആൻറ്റിവെനമസ് ഉള്ള ഹോസ്പിറ്റലുകളിൽ എത്തിക്കുക. കടിച്ച പാമ്പിനെ കൊല്ലാനോ അടിക്കാനോ നിൽക്കാതെ അവയുടെ ഫോട്ടോ എടുക്കുക. ഇത് ഏത് പാമ്പാണെന്ന് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം, രോഗിയുടെ പേര്, വയസ്സ്, കടിയേറ്റ സമയം, പിന്നെ ലക്ഷണങ്ങൾ എപ്പോൾ ആരംഭിച്ചു എന്നതും നോട്ട് ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യം, കടിച്ച സ്ഥലം മുറുക്കി കെട്ടി വയ്ക്കരുത്, കടിച്ച ഭാഗം മുറിക്കരുത്, ഐസ് ഉപയോഗിക്കരുത്, വേറെ മരുന്നോ കാര്യങ്ങളോ യൂസ് ചെയ്യരുത്, ആൽക്കഹോൾ യൂസ് ചെയ്യാതിരിക്കുക, ഓടാനോ നടക്കാനോ ചെയ്യരുത്, ആവശ്യമില്ലാതെ CPR ചെയ്യരുത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിഷമില്ലാത്ത പാമ്പുകൾ. നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് കാണപ്പെടുന്ന പാമ്പുകളിലൊന്നാണ് ചേര. ഇവയ്ക്ക് വളരെ നീളമേറിയതാണ്. ഇവയുടെ കളർ മഞ്ഞ കളറിൽ കാണാൻ പറ്റും, ബ്രൗൺ കളറിൽ, പിന്നെ ബ്ലാക്ക് കളറിലും ഇവയുണ്ട്. ഇവയുടെ പല്ലുകൾക്ക് വിഷമില്ല. ഇവ മെയിനായിട്ട് ചുറ്റി വലിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുക.
അതുമാത്രമല്ല ഇവ കടിച്ചു കഴിഞ്ഞാൽ വേദന അനുഭവപ്പെടും. ഇമ്മീഡിയറ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പച്ചിലപ്പാമ്പിനെ പറ്റിയാണ്. ഇവ മരങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലുമാണ് മെയിനായിട്ട് കാണുന്നത്. ഇവ മനുഷ്യരെ ആക്രമിക്കാറില്ല. ഇവയുടെ ഭക്ഷണം ചെറിയ തവളകൾ, ലിസാർഡ്സ്, പിന്നെ പുഴുക്കളെയാണ് ഇവർ ഭക്ഷിക്കുന്നത്. അടുത്തതായി വിഷമില്ലാത്ത പാമ്പാണ് ഇരുതലകൾ. ഇവ മെയിനായിട്ട് ഡ്രൈ ഏരിയാസിലാണ് കാണപ്പെടുന്നത്. ഇവയെ തിരിച്ചറിയാൻ ഇവയുടെ കളറ് ബ്രൗൺ അല്ലെങ്കിൽ ചന്ദന കളറിൽ കാണപ്പെടുന്നത്. ഇവയ്ക്ക് ചില സമയങ്ങളിൽ 2 തല ഉണ്ടാവാറുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ഇവ അപകടകാരികളല്ല. ഇവ മണ്ണിന് അടിയിൽ ഒളിച്ചിരുന്ന് ഇരകളെ പിടിക്കുന്നു. ഇവയുടെ ഭക്ഷണം പല്ലികൾ, ചെറിയ ജീവികൾ. ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. എല്ലാവരും ഈ വേനൽക്കാലം സേഫായിട്ട് മുന്നേറാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപയോഗപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.